പുതിയൊരു മഴക്കാലം കൂടി വന്നെത്തി. മഞ്ഞും മഴയും തണുപ്പും 100 വർഷത്തിലേറെ പഴക്കമേറുന്ന ബ്രിട്ടീഷ് ഫാക്ടറിയും ഇരുമ്പും പാലവും നല്ല ചില്ലായിട്ടുള്ള ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ച് വയനാട്ടിൽ നിന്നും തമിഴ്നാട് എല്ലമല ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കും എല്ലമല ഗ്രാമ എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കയറുവാണ്. ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്നത്. താളൂർ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്. പിന്നെ ബ്രസീലിൻ്റെയും അർജൻറ്റീനേൻ്റെയും കൊടിയൊക്കെ ആ പോർച്ചുഗലിൻ്റെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ 3 ടീമിൻ്റെ ഫാൻസാണെന്ന് തോന്നുന്നു കൂടുതൽ. ഈ വർഷം ഏത് ടീം ജയിക്കൂലേ? എൻ്റെ ആഗ്രഹം പോർച്ചുഗലിൽ കപ്പടിക്കണമെന്നാണ്. നല്ല പെരുമഴയാണ്. വാവ്, മഴയും കോടയും നിറഞ്ഞൊരു യാത്ര. എന്നാ കോടയെ നോക്കിയേ, 2 പേര് ചില്ലാൻ വേണ്ടി റോഡ് സൈഡിലൊക്കെ കാണുന്നില്ല. തുള്ളി പോലും നമുക്ക് കാണുന്നില്ല. അവിടുന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്, കാണുന്നുണ്ടോ? കുറേ പേര് ഇവിടെ ചപ്പ് പറിക്കുന്നുണ്ടോ കോടയത്ത്? ഒരു ചേട്ടനെ കൈ കാണിച്ചു കേട്ടോ. നമുക്ക് വണ്ടിയിൽ കയറ്റാം. ഓക്കെ, നമ്മളങ്ങനെ പന്തല്ലൂർ ടൗണിലോട്ടെത്തി. അപ്പോൾ ഈ കാണുന്നതാണ് പന്തല്ലൂർ ടൗൺ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുരിശുമലയിലോട്ട് പോവാം. ഇപ്പോൾ അവിടെ ഭയങ്കര ആനശല്യമാണ് കേട്ടോ. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡാണ് പന്തല്ലൂർ. ഇതൊരു നീണ്ടു കിടക്കുന്ന ടൗണാണേ. എന്നാ എന്താ കവാടം ഉത്സവം? എന്താ ഉത്സവം? എന്താ അമ്പലത്തിൽ? എന്താ ഉത്സവമാണ് കേട്ടോ. ഇവിടെ നോക്കി കവാടം. ഈ ഓലയും കൊണ്ടൊക്കെ അല്ലേ, ഓലയും കൊണ്ടുണ്ടാക്കിയൊരു കവാടം ഈ അമ്പലത്തിലാണെന്ന് തോന്നുന്നു. കുംഭാഭിഷേകം. 29-ാം തീയതി. അപ്പോൾ 29-ാം തീയതി ഇവിടെ കുംഭാഭിഷേകം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് ഒന്ന് ആസ്വദിക്കാൻ കാണാം. ഈ കുഴി നമുക്ക് കുരിശുമലയിലേക്ക് പോവാം. ഇങ്ങതാനാ പണ്ണന് ഇങ്ങതായ ഇറങ്ങരുത്. താങ്ക്സ്. ഓക്കെ എന്നാ, താങ്ക്സ്. സ്വർണ്ണഖനി കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഒരു 3-4 പ്ലേസ് ഉണ്ട്. ഞാനൊരിട്ടവിടെ പോയിട്ടുണ്ട്. സ്വർണ്ണം കുഴിച്ചെടുക്കുക, നമ്മൾ KGF സിനിമയൊക്കെ ഇല്ലേ അതേപോലെ ഇവിടെ സ്വർണ്ണം കുഴിച്ചെടുക്കുകയാണ്. ഇപ്പോഴും ആളുകൾ കുഴിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിതാ ഇവിടുന്ന് കുറച്ച് മേലെ കയറി ഈ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുഹയുണ്ട്. വരുന്നവർക്ക് അവിടെ പോയി കാണാം കേട്ടോ. ആ ഗുഹേൻ്റെ ഉള്ളിലോട്ട് അധികം ഒന്നും പോകരുത്, ചില പുലിയും കടുവയൊക്കെ കാണും. അത് പ്രത്യേകിച്ച് തമിഴ്നാടായതുകൊണ്ടാണ്. ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അന്ന് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണ് പോയത്. നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ മതി കേട്ടോ. ഈ വഴി അത് നേരെ ഗുഹയിലോട്ടാണ് പോകുന്നത്. അത് പണ്ട് ബ്രിട്ടീഷുകാർ കുഴിച്ചൊരു ഗുഹയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ട്രെയിൻ ട്രാക്കൊക്കെ ഉണ്ട്. നീല കളർ വെള്ളം കാണാം നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല അടിപൊളി ടോർച്ചൊക്കെ ആയിട്ട് കുറച്ച് 4-5 പേരായിട്ട് പോകണം. എന്നാൽ മാത്രം അവിടേക്ക് പോയാൽ മതി കേട്ടോ. ഒറ്റയ്ക്കൊന്നും ആ ഗുഹയിലോട്ട് ആരും പോകരുത്. ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ചില ചുരുക്ക ആളുകൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ ഇവിടെ ഇങ്ങനെ ഗുഹയുള്ള കാര്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കേന്ദ്രമായിരുന്നു നമ്മുടെ പന്തല്ലൂർ ടൗണ്. എന്തോ ഒരു മാടുകളാന്ന് നോക്കിയേ. ഇവിടെ ഒരു 9ഓളം ഗുഹകളുണ്ട് കേട്ടോ. സ്വരംഗം ബ്രിട്ടീഷുകാർ പണ്ട് കുഴിച്ചുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പണ്ടത്തെ പണിയായുധങ്ങൾ കാണാം നമുക്ക് പോയി കഴിഞ്ഞാൽ. ഇപ്പോഴും അവളെ പണിയെടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ KGF സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനും അങ്ങനെ ആ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ കുഴിച്ചെടുക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏതാ ഭംഗി! ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വന്നാൽ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോളം കൂടി കിടക്കുകയാണ്. അത് കുറച്ച് ഭാഗങ്ങൾ കേട്ടോ. നോക്കിയേ, ഇപ്പോൾ ഇങ്ങോട്ട് കയറി നമുക്ക് കോട കുറഞ്ഞു. ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ കോട നിൽക്കുന്നത് കണ്ടോ. പിന്നെ നമ്മൾ കോടേൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്.
ഈ കാണുന്നതാണ് കേട്ടോ നീർമട്ടം വ്യൂ പോയിന്റ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ്. മഴയത്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെയൊക്കെ. നമ്മളങ്ങനെ ദേവാല എന്ന് പറഞ്ഞ ടൗണിലെത്തിയിട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. ഇപ്പൊ തന്നെ ഓട്ടോറിക്ഷ തന്നെ തട്ടിയിട്ടേ. ഇപ്പൊ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് മേഘമൊക്കെ, മഴയൊക്കെ അങ്ങ് മാറി. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വളവും തിരിവ് ആയതുകൊണ്ടാണ്. നമ്മളങ്ങനെ നാടുകാണി ടൗണിലെത്തിയിട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിലമ്പൂരിലോട്ട് പോവാം. വയനാട്ടിലോട്ട് അധികം ചരക്കൊണ്ടിരുന്ന ഇതില്ല. നമ്മുടെ ചുരമില്ലെങ്കിൽ പിന്നെ ഈ നിലമ്പൂർ വഴി വരണം. തമിഴ്നാട് കടന്ന് വയനാട്ടിലോട്ട് ചരക്ക് കൊണ്ടിരുന്നെങ്കിൽ. നമ്മളങ്ങനെ ഗൂഡല്ലൂർ ടൗണിലോട്ട് എത്തിയിട്ടോ. കർണാടകേൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു ടൗണാണ് ഗൂഡല്ലൂർ ടൗണ്. നല്ല ട്രാഫിക്കാ. ഇവിടേക്കിപ്പോൾ നല്ല ടാറിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. ആദ്യം കൂടെ ഭയങ്കര പൊളിഞ്ഞതായിരുന്നു. പിന്നെ അടുക്കത്തേതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊളിച്ച് പോരാന്ന് വീതി കൂട്ടി. എന്തോ ഒരു ഓട്ടോറിക്ഷകളെ നോക്കിയേ. ട്രാഫിക് ജംഗ്ഷനാണ്. ഊട്ടിയിലോട്ട് ഇവിടുന്ന് 50 കിലോമീറ്റർ, മൈസൂർ 110 കിലോമീറ്റർ. ഇവിടുന്ന് ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ മൈസൂർ മസനഗുഡിക്കൊക്കെ പോവാം. പിന്നെ പാട്ടവയിൽ. ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ആ മേലേക്ക് കാണുന്ന മലനിരകൾ കാണാനാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റിലെ ആ ഒരു ഭംഗി തന്നെയാണ്. ഗൂഡല്ലൂരിൻ്റെ ഭംഗി അതാണ്. നമുക്ക് മസനഗുഡി ആ വഴിയിലോട്ട് നമ്മൾ കയറ്റി വിടില്ല. അതിൽക്കൂടെ ചെറിയൊരു വളവുണ്ട്. ഈ വളവിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് നമുക്ക് എല്ലമലയിലേക്ക് പോകേണ്ടതാണ്. എല്ലമല ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളാ വഴിക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. തോട്ടവും ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കങ്ങനെ പോവാം. ഫുള്ള് കാപ്പി എസ്റ്റേറ്റാണ് കേട്ടോ ഈ റൂട്ടിൽ കൂടെ. ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടേ ജീപ്പിൻ്റെ പുക ഫുള്ള് പൊടിയും പുകയൊക്കെ കൂടി കണ്ണിലടിച്ചിട്ട് ആകപ്പാടെ കൊളായി. വലിയ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ, കുഞ്ഞു കുഞ്ഞു ഗുഹകൾ, ചെറിയ ചെറിയ അമ്പലങ്ങൾ. ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങൾ. വീടുകളൊക്കെ നോക്കിയേ, റോഡ് സൈഡ് തന്നെയാണ് വീടുകൾ. ഇവിടെ അങ്ങോട്ടേക്ക് നല്ല റോഡാണ്. നമ്മൾ കയറി വരുമ്പോഴേ കുറച്ചൊരു താന്ന് മുങ്ങി പോലത്തെ വഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല വഴിയാണ്. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ് കേട്ടോ. ചപ്പ് ട്രാക്ടറാണ്.
ജീപ്പിന് മുന്നിൽ കയറാൻ പറ്റാതെയാണ് തോന്നുന്നത്. ഈ ഭാഗത്തോട്ട് അധികം കാപ്പിയാണ് കേട്ടോ കൂടുതലും കൃഷി ചെയ്തേക്കുന്നത്. ഇവിടുത്തെ പാലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയോ? കാപ്പിത്തോട്ടത്തിൻ്റെയും കാറ്റാടികളുടെയും തേയിലയുടെയും ഇടകളിലൂടെ വേണം നമുക്ക് ഈ യാത്ര ചെയ്യാൻ. പിന്നെ നമ്മുടെ കറുകാമ്പട്ടയില്ലേ, അതൊരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ വലിയ തോതിൽ കൃഷിയാണ്. ഇവിടെയൊക്കെ തേയില വെട്ടിയിട്ടുണ്ട് കണ്ടോ. ഫുള്ള് കാറ്റാടിയാട്ടോ. അതാണ് ഈ റൂട്ടിൻ്റെ ഭംഗി. എന്നെ രണ്ടാൻ വീണ്ടും കൈ കാണിച്ചു. എങ്ക പോറേ? ചൂണ്ടി. എനിക്ക് ചൂണ്ടി എന്ന് പറഞ്ഞ ഇടവർക്കാ. ആ അണ്ണാ പേരെന്നെ? പേര് നെയ്മ്? പേര് വന്ന് മണിവേള്. മണിവേള്. എങ്ക താമസിക്കറേ? വാറോ. ആ ഹാ ഹാ. അപ്പോൾ നേരത്തെ നമുക്ക് ചേരമ്പാടിയിലോട്ട് ഒരു പുള്ളീനെ കൂട്ട് കിട്ടി. ഇപ്പോൾ നമുക്കൊരു അണ്ണനെയും കൂട്ട് കിട്ടി. എന്നെ കാണുമ്പോൾ കൈ കാണിക്കാട്ടോ എല്ലാവരും. അതെന്താണാവോ. ഇനിയും ഈ വഴി കൂടെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ഊട്ടിയിലോട്ട് പോകുമല്ലോ ഈ വഴിക്ക്. അപ്പോൾ ഈ വഴി മാത്രം മിക്സ് ചെയ്യരുത് കേട്ടോ. മിക്സ് ചെയ്യാണ്ട് വരണം. എന്താ വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു ടൗൺ എത്തി കേട്ടോ. ചെറിയൊരു കടകൾ കാര്യങ്ങളൊക്കെ. അണ്ണാ இந்த സ്ഥലം എന്നെ പേര് ഇങ്ങ ഇറങ്ങിരാ இந்த ഇടം എന്നെ ഇതാണോ സൂണ്ടി? ആ ഇത് സൂണ്ടി എന്ന് പറഞ്ഞ ഇടാ അല്ലേ? ഓക്കെ. ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സൂണ്ടി എന്ന് പറഞ്ഞ കുഞ്ഞൊരു ടൗൺ ഇവിടുത്തെ. എല്ലമലയ്ക്ക് പോകുമ്പോൾ ഇവിടെ വിജയിൻ്റെ ഒരു ഫ്ലാഗൊക്കെ ഉണ്ടില്ലേ. ആഹാ അടിപൊളി. ഇവിടെ മാത്രമേ കണ്ടുള്ളൂ വിജയിൻ്റെ ഫോട്ടോ. ചെറിയൊരു കുഞ്ഞി ടൗൺ കേട്ടോ. റൈറ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ടല്ലോ. ഈ റൂട്ടാക്കി ചിലപ്പോൾ എല്ലമലയ്ക്ക് പോകുന്നുണ്ടാവും. ചോദിച്ചു നോക്കാം ബ്രോ. എല്ലമല എല്ലമലയ്ക്ക് ഈ വഴിക്കാണ് പോകണ്ടേ. ഒരു സ്ഥലപ്പേരില്ലേ സൂണ്ടി. വെറൈറ്റി പേര്. ഇതിനെക്കാട്ടും വെറൈറ്റി പേരുകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കുറച്ചുകൂടി ടൗണിൽ നിന്നും ഉള്ളേരിയകളിലോട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ പേരുകൾ നമ്മൾ കേൾക്കുന്നത്. ഇവിടുത്തെ കടകളിലൊക്കെ എന്താ പെയിൻറ്റ് ഇങ്ങനെ 2 തരം പെയിൻറ്റ് അടിച്ചേക്കണാവോ. ചെറിയ ജംഗ്ഷൻ, ഒരു പാലം. ആ മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടതാ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വെള്ളച്ചാട്ടം കാണാം. അതൊക്കെ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളുണ്ട്. എന്ത് രസമാണ് കാണാനല്ലേ. അപ്പോൾ ആ വാട്ടിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം വിട്ടേക്ക് നോക്കിയേ ഈ പുഴയിലേക്ക്. എന്താ വെള്ളത്തിൻ്റെ സൗണ്ടില്ലേ. ഇതൊക്കെ എല്ലമലേൻ്റെ മേളിൽ നിന്ന് വരുന്നതാണേ. നമുക്ക് പാലത്തിൻ്റെ അപ്പുറം സൈഡിൽ നിന്ന് പോയോക്കാം അല്ലേ. ഏതാ ബ്യൂട്ടി. നല്ല പെരും മഴക്കാലത്ത് പിടിക്കുമായിരുന്നു. എന്നാൽ അടിപൊളിയായിരിക്കും ഇവിടെയൊക്കെ. രണ്ട് അക്കമാർ പണിയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഒരൊക്കെ അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഓ മേലേക്ക് കാണാൻ എന്ത് രസമാണ്. മലനിരകൾ കണ്ടോ.
ഇവിടുത്തെ വീടുകൾ റോഡ് സൈഡിൽ തന്നെ നോക്കില്ലേ, ഒരു കൂട്ടായിട്ടാണ് താമസിക്കാൻ. മുളക് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു വഴി. നല്ല തണുപ്പാ ഈ വഴി കൂടെ. രാത്രിയിലെ യാത്ര ചെയ്യൽ കുറച്ച് സീനായിരിക്കും. ആനയുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ സ്കൂളും ചെറിയ ടൗണും ഒരു കുഞ്ഞി കടകളൊക്കെ നിറഞ്ഞ കുഞ്ഞി ടൗൺ കേട്ടോ, അവിടേക്ക് എത്തി. ചെറിയ ചായക്കടയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഈ ലൈൻസിലൊന്നും ആരും ഇപ്പോൾ താമസിക്കുന്നില്ല. കണ്ടോ, ഫുള്ള് പൊളിഞ്ഞ് നാശമായിപ്പോയി. കുഞ്ഞൊരു ബസ് സ്റ്റോപ്പ്. ആന ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടത്. ഇത് സ്ഥിരം പുള്ളിക്കാരൻ വരുന്ന റൂട്ടാന്ന് തോന്നുന്നതാ. കണ്ടോ, അണ്ണന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ തോന്നുന്നു. ഇങ്ങോട്ടേക്ക് എന്താ ബംഗ്ലാവാണ്. കൊടും വളവുകളാണ് ഈ വഴി ഫുള്ള്. ഇവിടുത്തെ ഈ മേലത്തെ ഈ ലൈൻസിലെ കുറേ പേര് താമസിച്ചായിരുന്നു. അവരൊക്കെ പോയിട്ട് ഇവിടുന്ന് ആനയൊക്കെ ഉള്ളതുകൊണ്ട് പോയതായിരിക്കും. ഇതെന്താ വേസ്റ്റ് ടാങ്കാ. ഇവിടെ ചെടികളൊക്കെ വാങ്ങിട്ട് ഇവിടെ വേസ്റ്റുകൾ കത്തിക്കുന്ന പ്ലാന്റേഷൻ തോന്നുന്നു. ഇവിടത്തൊക്കെ വീടുകൾ നോക്കില്ലേ, ഒക്കെ റോഡ് സൈഡ് തന്നെയാണ്. ആ പുള്ളിനെ കൈ കാണിച്ചു. കുഞ്ഞി കടകൾ. ഇത് കുഞ്ഞി ടൗണാണ്. അവിടേക്കൊക്കെ നോക്കി അവരുടെ വീടുകളൊക്കെ. ഇത് അടുത്ത വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ മലേൻ്റെ മേളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം. ഇവിടെ ഒരു അക്കിതാ റോഡ് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത വെള്ളച്ചാട്ടം. ആ പാലൊക്കെ പൊളിഞ്ഞു പോയിട്ട് ആദ്യം അതിലായിരുന്നു തോന്നുന്നു വഴി. അതിന് സൈഡിൽ തന്നെ ഒരു വീട് നോക്കിയേ. ഒരു സ്റ്റെപ്പ് അങ്ങ് കയറിപ്പോയ വീട്ടിലോട്ടായിരിക്കും. ഏതാ വെള്ളച്ചാട്ടങ്ങളില്ലേ. നമ്മളങ്ങനെ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ടേ വന്നു കേട്ടോ. നല്ല പ്യുവർ വെള്ളമല്ലേ. ഈ മലേൻ്റെ മേളിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭംഗി വെള്ളം. അപ്പം മേലെ എന്ത് വലിയ വെള്ളച്ചാട്ടമായിരിക്കും. ഇവിടെയൊക്കെ നോക്കിയേ, ഇതൊക്കെ മഴക്കാലത്ത് സീനല്ലേ. ബിൽഡിങ് നിൽക്കുന്ന നോക്ക്, തുമ്പത്തിട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നു. അക്ക ഇന്ത വെള്ളച്ചാട്ടം എന്താ എല്ലമലേൻ്റെ മേലെ നിന്ന് വരുതാ?
அங்கே நமக்கு போக முடியுமா? முடியாது. அக்கா என்ன ரோடு க்ளீன் பண்ணுறியா? அக்கா பேர் என்ன? செல்வி. சாப்பிட்டியா? ഓക്കെ. ഇനി അങ്ങോട്ട് ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര കേട്ടോ. ഫുള്ള് ഏലത്തോട്ടം. അല്ലെങ്കിലും ഈ മലനിരകളുടെ അടിയിലാണ് ഏലക്കൃഷി ചെയ്യുക. ഈ മുണ്ടക്കൈ ചുരൽമലയിൽ അത് തന്നെ. നമ്മൾ പുഞ്ചിരിമട്ടം ഭാഗത്തേക്കാണ് അധികം ഏലക്കൃഷി കാണുന്നത്. ആ ഏലക്കായൻ്റെ ഒരു മണം കേട്ടോ, എന്താ മണം. ഏലക്കയ്ക്ക് ഭയങ്കര തണുപ്പ് വേണം. ഇവിടെ ചെറിയൊരു ജംഗ്ഷനാണേ. ഇവിടെ ഒരുപാട് പാടികളുണ്ട് കണ്ടോ. ഇതിലൊരു വഴി പോകുന്നുണ്ട്. ഇതിലൊക്കെ ആന മെതിച്ചിറങ്ങി വരുന്നൊരു സ്ഥലമാണേ. നമ്മളിതിൽ പകൽ പോവുകയാണെങ്കിലും കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. ഇതിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഏലം ചെറുതായി നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ തൈകൾ. ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഏലം തന്നെ കേട്ടോ. ഏലത്തോട്ടം, കാപ്പിത്തോട്ടം, മുളക് തോട്ടം, അതൊക്കെയാണ് ഈ എല്ലമല ഭാഗത്ത് കൃഷി ചെയ്യുന്നത്. ബസ് വരുന്നുണ്ട് കേട്ടോ എല്ലമലയിൽ നിന്ന് ഗൂഡല്ലൂർ ടൗണിലേക്ക്. അതിൽ ഞാൻ വണ്ടി ഇവിടെ നിർത്തി. നമുക്ക് ഏതായാലും അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് പോയി നോക്കാം. പ്യൂർ വെള്ളമല്ലേ, കൈ കഴുകാം. എമ്മ തണുപ്പാന്ന് നോക്കിയേ, മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം. ഇവിടെയൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ വാട്ടർഫാൾസൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എല്ലമല എത്തിയിട്ടില്ല, കുറച്ചുകൂടി പോകാനുണ്ട്. അങ്ങനെ തേയിലത്തോട്ടം കഴിഞ്ഞ് വീണ്ടും കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി. റൈറ്റ് സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടവും ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കാപ്പിത്തോട്ടമാണ് കേട്ടോ. ഇവിടെ ഈ റൂട്ടിൽ കുറേ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് സൈഡിലൊക്കെ. നല്ല കാറ്റാണേ. കോട ഇറങ്ങിട്ടോ. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് കയറിപ്പോണ്ടേ. ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറിയതാ മലേൻ്റെ മുകളിലോട്ടൊരു അമ്പലം കേട്ടോ. അധികം ആരും അറിയപ്പെടാത്തൊരു അമ്പലം. ഇതാ നോക്കി, നമുക്ക് ഏതായാലും മേലേക്ക് പോവാം അല്ലേ.
വ്യൂ പോയിന്റ് ആട്ടോ. വാവ്, താഴേക്കൊക്കെ വലിയ പൊക്ക. കോട നോക്കിയേ, ഏതാ ഭംഗി കോട. അവിടെ ടവറൊക്കെ കാണാം കേട്ടോ. ടവർ പോലും കാണുന്നില്ല. അതാ അമ്പലം മേലെ. പ്ലേസ് നമുക്ക് അവിടേക്ക് അതെങ്കിലും പോവാം. ഇപ്പം സോളാറ് ഇവിടേക്ക് കറണ്ടില്ല കേട്ടോ. രണ്ട് പയ്യന്മാരൊന്ന് ചോദിച്ചോക്കെ ഇതേതാ അമ്പലം എന്ന്. ബ്രോ ഇതേതാ അമ്പലം? അല്ല എന്താ പേര് സ്ഥലം? ചന്ദനമല. നിങ്ങൾ നേരെ താഴേക്ക് പോയത് അവിടെ വ്യൂ പോയിന്റ് ആണോ? സംഭവം ഉണ്ട്, കുറച്ചുകൂടെ പോയി നോക്കിക്കോളി. ഓക്കെ. ഐഡിയ ആയിട്ട് വെക്കാണ്. അടിപൊളി കേട്ടോ. ചന്ദനമല അമ്പലമാണിത്. അപ്പം ഞാനിതാ കുറച്ചും കൂടി ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ആ ടവറിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. നോക്കി, ഇതൊക്കെ നാശമായി പോയിന്ന് തോന്നുന്നു. ഏതാ കോട. ചുറ്റും മറ്റേ കുഞ്ഞു പുല്ലുകളില്ലേ, ആ പുല്ലുകളാണ് ചന്ദനമല. അതാ ചന്ദനമുണ്ട്, വെറുതെ ഇല്ല ചന്ദനമല എന്ന് പേരിട്ടോ. ഫുള്ള് കോട ഇറങ്ങി മൊത്തം. എല്ലമല അതാ കാണുന്നു. ഇപ്പം ഈ എല്ലമലയിൽ വരുന്നവരെ ഈ ചന്ദനമലയും കൂടി ഒന്ന് വന്ന് കണ്ടിട്ട് പോണേ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിച്ചിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം കൂടി ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ചുറ്റും. ലവ് യു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ ഉണ്ടാക്കിയതാണ്. ചെറിയൊരു പാർക്ക് പോലെ, ചന്ദനമല പാർക്ക്. ടവർ നോക്ക്. ബ്യൂട്ടിഫുൾ പ്ലേസ്. വാവ്, ഫുള്ള് കോട നോക്കിട്ടോ. ഈ ചന്ദനമലേൻ്റെ ചുറ്റുമാണ്. എന്താ ഭംഗി കാണാൻ നോക്കിയേ. മലനിരകളും ഗ്രാമങ്ങളും പച്ചപ്പ് നിറഞ്ഞൊരു ലോകം. ഇപ്പം മഴ പെയ്യും കേട്ടോ. അവിടെ രണ്ടാൾ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. താഴേക്കൊന്ന് പോവാ. ചന്ദനമലയിൽ ഒരു പാർക്കുണ്ട്. ആഹാ, ചുറ്റും കോട ഇറങ്ങുന്ന സമയമാട്ടോ ഇപ്പോൾ. മൺസൂൺ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വരണം. ഇതാ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പിക്കൊക്കെ അടിക്കാം കേട്ടോ. ഏതാ പ്ലേസ്? വാവ്, കോട നിറഞ്ഞു കിടക്കുന്ന ഭൂമി. തൊട്ട് മുന്നിലിതാ മലനിരകളും കോട മൂടി നിൽക്കുന്ന എല്ലമല ഗ്രാമവും ചന്ദനമലയും ഒക്കെയാണ് ഇവിടുത്തെ ഭംഗി കേട്ടോ. അവിടേക്കാ കാണുന്നതൊക്കെ ഗ്രാമങ്ങളാണ് കണ്ടോ. തേയിലകളും ഫാക്ടറികളും കോട നിറഞ്ഞു നിൽക്കുന്ന മലനിരകളും. ഏതാ ഭംഗി. അപ്പം ഇനിയും ഇവിടേക്ക് വരാത്തവരുണ്ടി വരിക കേട്ടോ. ഫാമിലിക്കും കപ്പിൾസിനും ഒരേപോലെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്, ചന്ദനമല. അത് നമ്മുടെ എല്ലമലയ്ക്ക് വരുമ്പോൾ തന്നെയാണ്. എത്രയും മുന്നേ റൈറ്റ് സൈഡിലോട്ടൊരു ചന്ദനമല അമ്പലം കാണാം. ആ വഴിക്ക് മേലേക്ക് കയറിയാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർക്കിലോട്ട്, കുഞ്ഞൊരു പാർക്ക്, ഇവിടേക്ക് എത്താം കേട്ടോ.
ഇവിടെ കുറേ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് കല്ലുകൾ കുഴിച്ചിട്ടുണ്ട്, എന്താണാവോ അറിയില്ല. നമുക്കിതിൽ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരാം കേട്ടോ. ചുറ്റുഭാഗം നോക്കിയേ. അപ്പോൾ നമ്മളങ്ങനെ അതിലെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കയറി. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ അതല്ല ഇവിടെ ഉണ്ട് കേട്ടോ, മരത്തണലും കൊണ്ട് ഇരിക്കാം നമുക്ക്. വാവ്, നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്നൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് കാണാനാണ് ഏറ്റവും ഭംഗി. ആനയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചന്ദനമലയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ എല്ലമലയിലേക്ക് യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഒരു കൊടും വളവുണ്ട് കേട്ടോ അവിടെ. രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ ഈ എല്ലമലേൻ്റെ മേലെ. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടും പറഞ്ഞ പോലെയാണ്. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്തോറും മലേൻ്റെ ഭംഗി കൂടുകയാണ്. ഇവിടെ നിന്ന് ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിൽ ഇത്തിരി സീൻ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങൾ. എന്തോരം പോയാലല്ലേ, ഗൂഡല്ലൂർ വരെ പോകണം. ഈ വീടൊക്കെ പൊളിഞ്ഞു പോയി തോന്നുന്നു, ആരും താമസിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് ചാടി. റേഷൻ കട, അത് വീടൊക്കെ നോക്ക്. അപ്പോൾ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ആ ഒരു കുഞ്ഞി പാലം, ഫുള്ള് വാട്ടർഫാൾസുകൾ മാത്രം. ഏതാ നോക്ക്, കാണുന്നില്ലേ? വാവ്, അതാ എല്ലമലേൻ്റെ മേളിൽ നമ്മൾ കണ്ടില്ലേ, ആ വാട്ടർഫാൾസ് ആണ് ഇത്. വാവ്, എന്താ രക്ഷയില്ലാത്ത കാഴ്ചകളാ നോക്കിയേ. കുഞ്ഞൊരു പാലം, ആ ഒരു ബസ്സിന് പോകാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ആ ടാങ്ക് നിറയ്ക്കുന്ന ആ മലയത്തെ വെള്ളത്തിൽ നിന്നാണ് പൈപ്പ് ഇട്ടൊക്കെ കണ്ടില്ലേ, എത്ര മേലോട്ടാന്ന് നോക്കിയേ. ആഹാ, അടിപൊളി. നമുക്കേതായാലും ആ വാട്ടർഫാൾസിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഞാനതങ്ങനെ ഇതാ ഈ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് കയറി വന്നു കേട്ടോ. ഓ, രക്ഷയില്ലാത്ത കാഴ്ച. വാവ്, നോക്കിയേ, ഏതാ സ്ഥലം നോക്ക്. വാവ്, ബ്യൂട്ടി. ഇതൊക്കെ എല്ലമല ബന്ധപ്പെട്ടുള്ള വാട്ടർഫാൾസുകളാണ്. ഓ, ഏതാ വാട്ടർഫാൾസ്, പൊളി. ഓ, ഏതാ സ്ഥലം. നൈസ് വാട്ടർഫാൾസ്. വാവ്,
അവിടെ നിന്ന് എല്ലമലയ്ക്കുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ ഈ പാലത്തിലൂടെ. വാവ് വാവ്, എന്ത് മെല്ലെ വരണേ നോക്കിയല്ലേ. സൂപ്പർ, പൊളി. നമ്മുടെ തമിഴ്നാട്ടിലെ ഊട്ടീനെക്കാട്ടും ലുക്ക് ഈ ഒരു പ്ലേസ് തന്നെയാണ്. മഴ ഇപ്പം പെയ്യും, മഴ പെയ്യട്ടെ. ഏതാ സ്ഥലം? രണ്ട് സൈഡിലും പുല്ലുകളില്ലേ പിടിച്ചിട്ട്, അതാണ് കാണാൻ ഒരു ഭംഗി. ഇവിടെ സിംസ്തേരി കേട്ടോ, ഇതൊക്കെ ഇതാ കാണുന്നു. അതൊക്കെ ഇതുണ്ടോ, ഈ ഒരു കുറച്ച് ഭാഗത്തിലാണ് സിംസ്തേരി ഉള്ളത്. റേഷൻ കടയിൽ കുറേ പേര് സാധനമൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട്. ആ, ഇവിടുന്ന് ലോക്കൽ ജീപ്പ് കിട്ടോ ഇവിടെ എല്ലമല. ഇതാണ് എല്ലമല. ചെറിയ കടകളും ഇതാ, അങ്ങോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു ചേട്ടൻ അരി കയറ്റി പോകുന്നുണ്ടല്ലേ. ഒരു പള്ളിയുണ്ട് ഇവിടെ. ടൗണ് ചെറിയൊരു കുഞ്ഞി ടൗണാണ്. കുറച്ച് ഗ്രാമങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയ. ഗണപതിൻ്റെ ഒരു അമ്പലമുണ്ട് ഇവിടെ. അങ്ങോട്ടേക്ക് ഒരുപാട് വീടുകളുണ്ട്. ആ കാണുന്നത് ചേട്ടനവിടെ നടന്നു വരുന്ന കാണുന്നില്ല. ഒക്കെ ലൈൻസാട്ടോ. ഇവിടെ ഒരു ട്രാക്ടർ നമുക്ക് എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇല്ല. ഏതാ പൊളി സ്ഥലം. അപ്പോൾ ഈ റൂട്ട് ഒരിക്കലും ആരും മിസ് ചെയ്യരുത്. അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ കണ്ടോ, ഏതാ കാഴ്ച. ഇവിടെയാണ് പണ്ട് ബ്രിട്ടീഷുകാർ പണിത തേയില ഫാക്ടറി ഉള്ളത്. നമുക്ക് അവിടേക്കൊന്ന് കയറി ചെല്ലാം അല്ലേ. ഫുള്ള് പലകയും ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് അടിച്ചേക്കണത്. ആഹാ, കൊള്ളാം. ഇവിടുന്ന് ചാടി കഴിഞ്ഞാൽ കറണ്ട് കമ്പിയിലോട്ട് തട്ടുമല്ലോ. നോക്കിക്കേ, ഇത്ര വർഷം പഴക്കമുള്ള ഫാക്ടറി അല്ലേ. എന്തായാലും കൊള്ളാം. സൂപ്പർ. അപ്പം ഇതൊക്കെ ഒന്ന് വന്ന് കാണുക കേട്ടോ എല്ലാവരും, ഈ ഫാക്ടറിയൊക്കെ. പണ്ടത്തെ ജനലുകൾ നോക്കില്ലേ. എന്താ മണി അടിക്കുന്ന സാധനമാണോ? 15:09. എന്തൊക്കെയോ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പുക പോകാനുള്ള പൈപ്പ് അതാ പോകുന്നത്. ഇതെന്താ സംഭവം? അടുപ്പാന്ന് തോന്നുന്നു അല്ലേ. ബ്രിട്ടീഷുകാരുടെ ഡോറ് നോക്കില്ലേ. ആ, ബ്യൂട്ടിഫുൾ. മെഷീൻ നോക്കി, പണ്ടത്തെ മെഷീൻ എന്നാ സെറ്റപ്പാ അല്ലേ. ഓക്കെ, ഇതൊക്കെ മണ്ണ് തേച്ച് വെച്ചേക്കുന്നുണ്ട് മെഷീൻ്റെ മേലെ.
അത് ചൂട് പുറത്തേക്ക് തള്ളാണ്ടിരിക്കാനായിരിക്കും അല്ലേ? വേരുകളൊക്കെ നോക്ക് മരത്തിൻ്റെ. എന്തായാലും കൊള്ളാം. ഇതാ മെഷീൻ പ്ലാസ്റ്റിക് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇതൊക്കെ തുരുമ്പിച്ച് അങ്ങ് പോയി. പതിനഞ്ച് 7 ഇത് മണി അടിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? വാവ്. പണ്ടത്തെ ബ്രിട്ടീഷുകാർ പണിതല്ലേ. നമുക്കൊന്ന് കയറാം. ഇതിലെ ചവിട്ടി ആ ഫുള്ള് പോയി കേട്ടോ. അപ്പോൾ ഉരുന്ന് കെട്ടി താഴെ കിടക്കും. ഫുള്ള് പായൽ പിടിച്ച് ഇതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. തേനീച്ച് കൂട് കൂട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് വേരുകൾ പിടിച്ചിട്ടുണ്ടല്ലേ. ഫുള്ള് ഉൾഭാഗം കാണാം. പണ്ടത്തെ ഇത് നോക്കില്ലേ, ഭിത്തിയൊക്കെ നോക്ക്. ഫുള്ള് കല്ലും കൊണ്ടാണ് പാടുന്നേക്കുന്നത്. ഇത് മൊത്തം കല്ലാ. പൊളി. ഇത് ഫുള്ള് പായൽ പിടിച്ച് പോയി. നമുക്ക് ഇങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. ബ്രിട്ടീഷുകാർ വേണമെന്ന് പാലം കേട്ടോ. നമുക്ക് അവിടേക്കൊന്ന് പോവാ. ആഹാ ഏതാ പൊളിയില്ലേ. ഇവിടേക്ക് ഒന്ന് വന്ന് കാണണം കേട്ടോ എല്ലാവരും. ഇതൊക്കെ ഒന്ന് ടാങ്കുകൾ, ഓയിൽ ടാങ്ക്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മെഷീനുകൾ കാണാം. അതാ മെഷീനറികൾ കാണുന്നില്ലേ? ആ ഏതാ മെഷീനല്ലേ. പണ്ടത്തെ ട്രാൻസ്ഫോമറൊക്കെ നോക്ക്. തേക്ക് ഭാഗമാണേ. അതൊക്കെ ട്രാൻസ്ഫോമർ പണ്ടത്തെ പ്രത്യേകതരം സംഭവങ്ങൾ. ഇവിടുന്ന് അണ്ണനെ കണ്ടുമുട്ടിട്ടോ. അണ്ണൻ്റെ പേര് ചോദിക്കാം. അണ്ണൻ്റെ പേര് ബസ്സൻ. അണ്ണത് എത്ര വർഷമായി ഈ ഫാക്ടറി ഇവിടെ? ഫാക്ടറി 100 വർഷത്തിന് മേലായി. പൂട്ടിയിട്ട് 15 കൊല്ലായി. 15 കൊല്ലായി. ബ്രിട്ടീഷുകാർ പണിതാ. ബ്രിട്ടീഷുകാർ വന്ന് പിന്നെ വേറെ മാർവാടീസ് ബോംബെക്കാർ കൊടുത്തു ഗോലനടത്തിന്. 1000 ഏക്കർ പ്ലാന്റ് ഉണ്ട്. ഇത് അതും ഇവിടെ. പിന്നെ ഫാക്ടറി ലാസ്റ്റാക്കി ശമ്പളം കൊടുക്കാതെ, ഗ്രാജുവേറ്റ് സെറ്റിലാക്കാതെ, PF കൊടുക്കാതെ അങ്ങനെ കൈ കളിച്ച് ആൾക്കാർ സമരം ഉണ്ടാക്കി കുട്ടി കിടക്കും. കേസിലാണ്, സുപ്രീം കോടതിയിലെ കേസ്. ഇന്ന് ആവും നാളെ അവനോട് പൈസ കെട്ടാൻ പറയേണ്ട പൈസ കെട്ടാൻ ഇന്ന് അവധി ചോദിച്ചു കണ്ടു നടക്കുക. ഇവർ 8-5 അയാളുണ്ട്. ഇത് മാത്രമല്ല, ഭയങ്കര പ്രോപ്പർട്ടി പ്രോസ്പെക്റ്റ് ഇങ്ങനത്തെ 7 ഡിവിഷൻ ഉണ്ട്. ഊട്ടി പോകുന്ന റോട്ടിൽ. പിന്നെ ബോണക്കാട്, തിരുവനന്തപുരം അവിടെ ഉണ്ട്. അവിടെ റബ്ബർ, ചായ അവിടെയുണ്ട് ഫാക്ടറി. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്തൂലേ എല്ലാ സംവിധാനം ഉണ്ട്. കറണ്ട് ഇതിനെ തയ്യാറിച്ച് വോട്ട് ചെയ്ത് ഫാക്ടറി ഒക്കെ അതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ട്. പണ്ട് കറണ്ട് ഇല്ലല്ലോ. പണ്ട് കറണ്ട് ഇല്ല. ഓരൊക്കെ ചെയ്ത് റെഡിയാക്കി. അതായത് ഞങ്ങൾ അച്ഛനാണ് കുട്ടിക്കാലം. എനിക്കിന്ന് 68 വയസ്സായി. അപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛനക്ക് ഒരു 10-12 വയസ്സുണ്ടാവും. അച്ഛൻ്റെ അഞ്ചനും 2 ഏടത്തിമാരും അമ്മയും. അവിടെ കുണ്ടിൽ കർണാടകത്തിൽ നടന്നിട്ട് 8 ദിവസമായിട്ട് ഇവിടെ എത്താൻ. മാട്ടുവണ്ടിയിൽ വരണമെന്ന്, ബസ്സൊന്നുമില്ലെന്ന്. ഇവിടെ വന്നാൽ മേശിമാരെ പട്ടി 1 അണ 2 അണ കൂലി, 12 അണ അങ്ങനെ ആ കൂലിയായിട്ട് അവർ ജീവിച്ചിരുന്നത്. എന്നിട്ടും അച്ഛൻ ഇപ്പോൾ 105 കൊല്ലം അച്ഛൻ 2015 മരിച്ചു. അച്ഛൻ്റെ കാശ് കിട്ടി, 90 കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾ അമ്മയുടെ കാശ് കിട്ടിയില്ല. അമ്മക്ക് ഇപ്പോൾ 85 വയസ്സ് സുഖമല്ല കിടക്കുക. ആർട്ട് പേഷ്യൻ്റെ 3 കൊല്ലമായി. മാസം 2000 രൂപ മാത്രം വേണം. ആ പൈസ പോലും ഇവരത്തിന് കിട്ടില്ല. അങ്ങനെ നരകജീവിതം ജീവിച്ച് പോയി കണ്ടിരിക്കുക. നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഉണ്ടായത് വീടൊക്കെ പൊളിഞ്ഞു പോയി. കിടക്കേണ്ട അങ്ങനെ സ്ഥലമുണ്ട്. കുത്തിപ്പൊന്നിക്കണ വല്ല മടിച്ചിട്ട് അവിടെ നമ്മളിവിടുന്ന് മണ്ടിച്ചെന്ന് ആരെ തരാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പൊടിക്കാശ് കിട്ടാൻ ഓരോർക്ക് സെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ പിന്നെ എന്തോ നമ്മളെ കാലം കഴിഞ്ഞു വെച്ചോളി. നമ്മളിനി എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും അറിയാൻ പറ്റില്ല. അതിൻ്റെ അടുക്കാണ് ഇപ്പോൾ സൂക്കട് 6 മാസമായി പണിക്ക് പറ്റുമോ. ഇപ്പോൾ 15-20 ദിവസമായിട്ടുള്ളൂ. ഷുഗർ, BP
ശ്വാസം മുട്ടൽ ഇങ്ങനൊക്കെ പല പ്രശ്നമായിട്ട് നരകടിച്ച് പോകുന്നുണ്ട്. ഓടുന്ന പറഞ്ഞിട്ട് ഞാൻ ദൈവം തമ്പ്രാൻ വലിയ ആള് ഓ എന്താ കണ്ടിട്ട് നടക്കട്ടെ. ഓക്കെ, ശരി. ഇതാണ് ഇപ്പോഴത്തെ പാലം. ഓ ഏതാ അല്ലേ? ഫുള്ള് പൊളിഞ്ഞു പോയി കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പും ഇവിടുന്ന് കാണാൻ തന്നെ ഫാക്ടറി കാണാൻ എന്ത് ഭംഗിയാലേ. ഓ 100 വർഷത്തിനൊക്കെ മേലെ പഴക്കമുള്ള പാലം ഇപ്പോൾ തന്നെ കാണാൻ പറ്റിയല്ലോ. നോക്കില്ലേ എന്താ പാലം. നമ്മൾ നേരത്തെ കണ്ട ബസ്സാണിത്. ഇപ്പം ആകെ 2 ബസ്സുള്ളൂ എന്ന് തോന്നുന്നു. ബസ് തിരിച്ചു പോകുന്നതാണ്, എന്താ ഭംഗിയില്ലേ. അപ്പം ഇതാണ് എല്ലമല സ്കൂള്. റുക്കിയ ഭക്ഷണം കഴിച്ചോ? ഞാനിവിടെ എല്ലമലയ്ക്ക് വന്നതാ. എല്ലമല കാണാൻ വേണ്ടി വന്നതാ. അടിപൊളി സ്ഥലമാണല്ലോ. ഇങ്ങോട്ട് കുറേ വീടുകളുണ്ടല്ലേ. ചായ കുടിക്കാം എല്ലമല. ഇവിടെ ഒരു കടയുണ്ട്. കടയിൽ നിന്ന് കാക്ക ഒരു ലൈറ്റ് ചായ. ചായയും